ഈ ഫയലിൽ ഒരു പ്രോഗ്രാം കാണാം. നമുക്കൊരു ഫയലിന്റെ കണ്ടന്റ്സ് എന്താണെന്നുള്ള ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ് ടാസ്ക്. HTML/HTML.h തന്നെയാണ്. വോയിഡ് മെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് ഫയലിന്റെ ആദ്യം ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ഫയൽ കൊടുത്ത് *FP. ഈ FP നിങ്ങൾക്ക് മാറ്റാം, പക്ഷെ ഞാനിപ്പോൾ ഇതിൽ FP എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണം. ഒരു സ്ട്രിംഗ് ഫയലിൽ എപ്പോഴും എന്തായിരിക്കും, ചിലപ്പോൾ വാല്യൂസ് ആയിരിക്കും, ക്യാരക്ടേഴ്സ് ആയിരിക്കും, എന്തോ ആവാം. അപ്പൊ നമ്മളൊരു CH എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഓപ്പൺ എന്നാണ് അതിന്റെ പേര്. അതിൽ നിങ്ങൾക്ക് തുറക്കേണ്ട ഫയലിന്റെ പേര്, പിന്നെ എന്ത് മോഡലാണ്, നിങ്ങൾക്ക് റീഡ് ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ എന്നുള്ളതാണെങ്കിൽ, അപ്പൊ റീഡ് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാണ്. അപ്പൊ 6 എന്ന് പറഞ്ഞ മോഡിൽ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം എന്താണ് കണ്ടീഷൻ, എന്താ, ഒരിക്കലും അത് എൻഡ് ഓഫ് ഫയൽ ആവരുതല്ലോ, അങ്ങനെ ആവരുത്, ബാക്കിയുള്ളതൊക്കെ റീഡ് ആവണം. അപ്പം കണ്ടീഷൻ കൊടുത്തു, FOF ഓഫ് FP = 0 ആണോ നോക്കണു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണത് എന്താ, നമുക്ക് ഓരോ ക്യാരക്ടർ ആയിട്ട് ഗെറ്റ് ചെയ്യുന്നു, അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഇത് മൊത്തം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു നോൺ നെഗറ്റീവ് നമ്പർ, നേരത്തെ FOF കുറിച്ച് പറഞ്ഞ സമയത്ത് സെയിം ആണെങ്കിൽ 0 എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ നോൺ നെഗറ്റീവ് നമ്പർ, അല്ലെങ്കിൽ എന്റെ ഫയൽ എത്തിക്കഴിഞ്ഞാലാണ് 0 വരിക, അല്ലെങ്കിൽ നോൺ സീറോ നമ്പർ ആട്ടോ വരിക. നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പൊ FOF അങ്ങനെയാണ്. നമ്മളിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് FP = 0 ആണോ നോക്കുകയാണ്. =0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ എലമെന്റ്സ് ആയിട്ട് CS ആയിട്ട്, അതായത് എന്റെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോ എന്താ പറയാ, ഗെറ്റ് ചെയ്യും, ഓരോ വാല്യൂ ആയിട്ട് CH ഗെറ്റ് ചെയ്ത് അത് പ്രിന്റ് ചെയ്യുന്നു. എഗെയിൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫയൽ പോയിന്റ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ആയിട്ട് ഒരു ഫയലിലെ കണ്ടന്റ്സ് ഡിസ്പ്ലേ ചെയ്യാം. ഫയൽ പോയിന്റർ എടുക്കുന്നു, നമ്മളൊരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, അതിൽ ഫയലിന്റെ നെയിം കൊടുക്കുന്നു, മോഡ് കൊടുക്കുന്നു. ഇനി നമുക്ക് എൻഡ് ഓഫ് ദ ഫയൽ എത്തിയോ എന്ന് അറിഞ്ഞാൽ മാത്രമേ ബാക്കി പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. എത്തുന്ന വരെ നമുക്കിത് ചെയ്യണം. സോ അത് വെച്ച് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. നമ്മൾ ഗെറ്റ് സി പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ക്യാരക്ടേഴ്സ് ഗെറ്റ് ചെയ്യുന്നു, അത് അപ്പൊ തന്നെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ പണികളും കഴിഞ്ഞാൽ, ആ ലൂപ്പ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എന്ത് ചെയ്തു, അതിന്റെ ആ ഫയൽ പോയിന്റർ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡിസ്പ്ലേ, അല്ലെങ്കിൽ ഫയലിന്റെ കണ്ടന്റ്സ് ഡിസ്പ്ലേ ചെയ്യാം.